കടലിനോട് ഇത്രയും അടുത്ത് ദേശീയപാത 66 ആറുവരിപ്പാത കടന്നു പോകുന്നത് ഈ കാണുന്ന ഭാഗത്ത് മാത്രമേ ഉള്ളൂ. ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴ കഴിഞ്ഞതിന് ശേഷമുള്ള പുറക്കാട് ഭാഗത്താണ് ഈ കാണുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റില്ല കേട്ടോ. സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് കാണാൻ പോകുന്നത് ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴ മുതൽ ഹരിപ്പാട് വരെയുള്ള കാഴ്ചകളാണ് കാണാൻ വേണ്ടി പോകുന്നത്. രാഷ്ട്ര നിർമ്മാണത്തിൽ നിങ്ങൾ നൽകിയ സഹകരണത്തിന് നന്ദി. യാത്രക്കിടയിൽ ഉണ്ടായ അസൗകര്യത്തിൽ ഞങ്ങൾ ഖേദിക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി. ഇനി എന്തായാലും ഒരു 2-3 വർഷം കൂടി ഖേദിക്കേണ്ടി വരും. വെച്ച ബോർഡ് ഏതായാലും കേട് വന്നിട്ടുണ്ട്. അമ്പലപ്പുഴ ഭാഗത്ത് കാര്യമായിട്ട് പുരോഗതി ഉണ്ടോയെന്ന് വെച്ചാൽ 1.5 വർഷം മുമ്പ് നമ്മൾ വന്നപ്പോൾ എങ്ങനെയായിരുന്നു അതേ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് കേട്ടോ. ആ 4 പിയറിൻ്റെ പണികൾ അന്നേ ഈ ഒരു കോലത്തിലാണ്. ഏതായാലും ആലപ്പുഴ എത്തണത് വരെ ആലപ്പുഴ ബൈപ്പാസിൻ്റെ പണികൾ കുറച്ച് വേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ആ ഒരു ഗഡർ വെച്ച സ്ഥലത്ത്, കോൺക്രീറ്റ് ചെയ്ത സ്ഥലത്ത് ബിറ്റുമിൻ ചെയ്യുന്ന പണികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ചേർത്തല കഴിഞ്ഞതിന് ശേഷം കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ചേർത്തല ഭാഗം കഴിഞ്ഞതിന് ശേഷം കുറച്ച് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതേപോലെ ഈ ഒരു ഭാഗത്തേക്ക് വരാമെന്നുണ്ടെങ്കിൽ കാര്യമായിട്ട് വല്ല പുരോഗതി ഇല്ല. ചേർത്തല ഭാഗത്തെ കാഴ്ചകളൊക്കെ, ചേർത്തല മുതൽ തുറവൂർ വരെയുള്ള കാഴ്ചകളൊക്കെ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം. അതേപോലെ ഈ ആലപ്പുഴൻ്റെ അങ്ങോട്ടുള്ള ആ ഒരു കൃപാസനം ആ ഭാഗത്തൊക്കെ കുറച്ച് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഇനി ഇവിടുന്ന് തിരിച്ചങ്ങോട്ട് പോകുമ്പോൾ ഉൾപ്പെടുത്തും. നമ്മളേതായാലും ഇപ്പോൾ തിരുവനന്തപുരം വരെ ഇങ്ങനെ കഴക്കൂട്ടം വരെ ഇങ്ങനെ പോവുകയാണ്. അമ്പലപ്പുഴ ഭാഗത്ത് കാര്യമായിട്ട് ഒരു പണി നടന്നിട്ടില്ല കേട്ടോ. ഞാൻ എനിക്ക് നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു. കാരണം അന്ന് വന്ന് ഇവിടെ നല്ല വേഗത്തിൽ പണികൾ നടന്നിട്ടുണ്ടായിരുന്നു. മറ്റുള്ള സ്ഥലത്തൊന്നും അണ്ടർപാസിൻ്റെ ആ ഒരു ഫൗണ്ടേഷൻ്റെ പണി നടക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ഇങ്ങനെ ഒരു റോഡിൻ്റെ കോലം മാറ്റിയെടുത്തിട്ടുണ്ട്. പക്ഷെ പിന്നെ നമ്മൾ ഒരുപാട് കാലത്തിന് ശേഷം വന്നപ്പോൾ കാര്യമായിട്ടൊരു മാറ്റം നമുക്ക് കാണാൻ പറ്റിയില്ല. ഏതായാലും അമ്പലപ്പുഴ ഈ ഒരു പുറക്കാട് ഭാഗം ദേശീയപാത 66 കടലിനോട് ചേർന്നിട്ട് ഏറ്റവും അടുത്തായിട്ട് കടന്നു പോകുന്നത് ഈ ഒരു ഭാഗമാണ്. ഇത് നിങ്ങളെ കാണിക്കണം എന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു നാട്ടിൽ നിന്ന് വരുന്നതിൻ്റെ മുമ്പ് തന്നെ. സംഭവം എന്താ വെച്ചാൽ കടലിനും ദേശീയപാതക്കും ഇടയ്ക്കായിട്ട് കുറച്ച് ആൾക്കാരവിടെ താമസിക്കുന്നുണ്ട്. അതേപോലെ ആ ഒരു കടലിനോട് ചേർന്നിട്ടുള്ള ഭാഗത്ത് 50 മീറ്റർ പോലും തയ്ച്ചുണ്ടാവില്ല കേട്ടോ. അവിടെയൊക്കെ നേരത്തെ ഒരു എലിവേറ്റഡ് ഹൈവേ ആണ് വരേണ്ടിയിരുന്നത്. ബീച്ച് എലിവേറ്റഡ് ഹൈവേ ഒക്കെ വന്നാൽ സംഭവം ഉഷാറാകും. ഈ ആലപ്പുഴ ബൈപ്പാസൊക്കെ കഴിഞ്ഞ് കളർക്കോട് ഭാഗത്തൊന്നും കാര്യമായിട്ടൊരു പുരോഗതി ഉണ്ടായിട്ടില്ല കേട്ടോ. അതാണ് അവിടെ നേരെ സ്കിപ്പ് ചെയ്തിട്ട് പോകുന്നത്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഒരു 5-6 മാസം മുമ്പ് വന്നന്ന് ആ ഒരു സ്ഥലമൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആലപ്പുഴ കഴിഞ്ഞതിന് ശേഷം ഒരു അമ്പലപ്പുഴ എത്തുന്നതിന് മുമ്പ് ഒരു ഇതുണ്ടല്ലോ, ഒരു ആർ.ഒ.ബിയിലും കാര്യമായിട്ടൊരു പുരോഗതി ഉണ്ടായിട്ടില്ല. ഗഡർ വെച്ച സ്ഥലത്തൊക്കെ കോൺക്രീറ്റ് ചെയ്യുന്ന പണികൾ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെയൊക്കെ ക്രാഷ് ബാരിയറിൽ കളർ ചെയ്യുന്ന പണികളാണ്. ആദ്യം കളർ ചെയ്തത് മായ്ച്ചിട്ട പണിയായിട്ട് ഇപ്പോൾ നടക്കുന്നത്. ഏതോ രാഷ്ട്രീയ പാർട്ടിൻ്റെ ആളുകൾ ഫുള്ള് കാണുന്ന ചോരുമലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പണ്ട് ഞങ്ങളുടെ നാട്ടിലൊരാൾ പാറപ്പുറത്ത് ഇരിക്കുകയാണ്. പാറമേൽ എഴുതി അയാളെ പുറത്ത് എഴുതിപ്പോയി. അമ്മാരി എഴുതുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഏതായാലും എവിടെ സ്ഥലം കാലി ആ ഒരു സ്ഥലത്തൊക്കെ പലവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും അതേപോലെ സിനിമാ പോസ്റ്ററുകളും എല്ലാവിധ സംവിധാനങ്ങളും എല്ലാവിധ സാധനങ്ങളും ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ ഈ ഒരു പുറക്കാട് ഭാഗം ഇവിടെ കണ്ടെങ്കിൽ ഈ ഒരു വലത് സൈഡിലുണ്ട് ഞങ്ങൾ കുറേ വീടുകളുണ്ട്. ഇവിടെ നിന്ന് പിന്നെയും കുഴപ്പമില്ല. കുറച്ച് അപ്പുറത്തെ ഏകദേശം ഒരു 150 മീറ്ററോളം ഉണ്ട് കടലും ഈ ഒരു ഹൈവേയും തമ്മിൽ. കുറച്ച് അങ്ങോട്ട് വയ്ക്കാന്നുണ്ടെങ്കിൽ തീരെ ഇല്ല, ഒരു 50 മീറ്ററൊക്കെ മാത്രമേ ഉള്ളൂ. അവിടെയൊക്കെ ഒരു സൈഡിൽ കടൽ, ഒരു സൈഡിൽ റോഡിനും കടലിനും നടുവിലാണ് ആ പ്രദേശത്ത് അല്ലെങ്കിൽ ആ ഭാഗത്തുള്ള വീട്ടുകാർ നിൽക്കണം കേട്ടോ. സുഹൃത്തുക്കളെ, ഒരുപാട് പ്രവാസികളായിട്ടുള്ള ആളുകളും നാട് വിട്ട് പുറത്തു പോയി ജോലി ചെയ്യുന്ന ആളുകൾക്കൊക്കെ തങ്ങളുടെ നാട്ടിൽ അല്ലെങ്കിൽ അവരുടെ നാട്ടിലെ ദേശീയപാതയുടെ വികസനം എത്രത്തോളം എത്തി എന്നറിയാൻ വേണ്ടിയിട്ട് ഒരുപാട് സുഹൃത്തുക്കൾ നമ്മുടെ ചാനലിൽ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളെ നാട്ടിലെ പണിയുടെ അപ്ഡേറ്റുകൾ അല്ലെങ്കിൽ നിങ്ങളെ വീടിനോട് ചേർന്നുള്ള ഭാഗത്തെ വിശേഷങ്ങളൊക്കെ കാണിക്കും എന്നുള്ള നിലക്കായിരിക്കും നിങ്ങൾ ചിലപ്പോൾ ഫോളോ ചെയ്തിട്ടുണ്ടാകുക. ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഈ പണി തീരെ നടക്കാത്ത ഭാഗം ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ട് ഒരുപാട് സ്ഥലം. കാരണം എന്താ വെച്ചാൽ ഈ പണി എൻ്റെ വീടിൻ്റെ മുമ്പിലൊക്കെ പറഞ്ഞാൽ പണി കഴിഞ്ഞാൽ അതിലൂടെ ഇങ്ങനെ വാഹനങ്ങൾ ഇങ്ങനെ 100, 120, 120 ഇങ്ങനെ അടിച്ച് മിനി പോകണം. നമുക്ക് കണ്ട് നല്ല ഫുഡ് കഴിച്ച് നമ്മളൊരു ആകാത്ത ഫുഡ് കിട്ടണം അല്ലെങ്കിൽ തീരെ ടേസ്റ്റ് ഇല്ലാത്ത ഫുഡ് കഴിച്ചാൽ നമുക്ക് അതിൻ്റെ ഒരു ചടപ്പ് തോന്നുമല്ലോ. ആ ഒരു സെയിം സംഭവമാണ് നമുക്ക് തോന്നുന്നത്. കാരണം നമ്മളെ ഏരിയയിൽ പണി കഴിഞ്ഞു അതിലൂടെയൊക്കെ വാഹനം ഓടിച്ച് പോയി ആ മാറ്റങ്ങൾ, രാത്രി ലൈറ്റും കാര്യങ്ങളും വണ്ടികളിങ്ങനെ സുഖമായിട്ട് പോകുന്നതൊക്കെ അതിങ്ങനെ കണ്ട് തേമ്പൊട്ടി ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ വേറെന്തോ ഒരു പോലെ കാര്യമായിട്ടൊരു മാറ്റമോ പുരോഗതിയോ ഒന്നും നമുക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ചില തീരെ പണി നടക്കാത്ത ഭാഗങ്ങളൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. ഏതായാലും സുഹൃത്തുക്കളെ, നമ്മൾ കാര്യത്തിലേക്ക് വരാം. ഇതാണ് ആ നേരെ മുന്നോട്ട് നോക്കൂ, അതാണ് ഞാൻ പറഞ്ഞ 50 മീറ്റർ പോലും വീതി ഇല്ലാത്ത അല്ലെങ്കിൽ 50 മീറ്റർ പോലും കടലും റോഡും തമ്മിൽ ദൂരമില്ലാത്ത സ്ഥലം കേട്ടോ.
ഇവിടെ എന്താണ് ഇങ്ങനെ ഒരു DPR തയ്യാറാക്കാനുള്ള കാരണം എന്ന് എനിക്കറിയില്ല. നമ്മൾ ഇതിനെപ്പറ്റി അങ്ങനെ അത്ര വലിയ ആളൊന്നും അല്ലല്ലോ. എന്നാലും ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയ്ക്ക് നമുക്ക് ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ പറയാം. ഇവിടെ ഒരു ബീച്ച് എലിവേറ്റഡ് ഹൈവേ ആയിരുന്നു ഏറ്റവും ഉത്തമം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് അറിയില്ല. എന്തായാലും DPR തയ്യാറാക്കുമ്പോൾ ചിലപ്പോൾ ചിലവ് കുറക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനെ ചെയ്തിട്ടുണ്ടാകുക. ഏതായാലും ഭാവിയിൽ വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതിരിക്കട്ടെ. ഈ ഭാഗത്തെ ഏകദേശം കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ചെയ്ത വീഡിയോൻ്റെ അടിയിൽ ഒരുപാട് ആളുകളൊന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഭാവിയിൽ കടലെടുക്കാൻ ചാൻസ് ഉള്ളൊരു ഭാഗമാണിതെന്ന്. അതിനുള്ള മുൻകരുതലുകളായിട്ട് ടെട്രാപോഡ് ഉപയോഗിച്ചിട്ട് കടൽ ഭിത്തികളും അതേപോലെ പുലിമുട്ടും കാര്യങ്ങളൊക്കെ ചെയ്ത് സെറ്റപ്പ് ആക്കുന്നതായിരിക്കും നല്ലത്. കാരണം എന്താ പറയുക, കടലിനോട് അത്രയും അടുത്തിട്ടുള്ളൊരു സ്ഥലമാണ് നമ്മളിപ്പോൾ ഈ കണ്ടൊരു പുറക്കാട് ഭാഗട്ടോ. ബീച്ച് എലിവേറ്റഡ് ഹൈവേ, നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയിട്ടുള്ള ബീച്ച് എലിവേറ്റഡ് ഹൈവേ, ആദ്യത്തെ ബീച്ച് എലിവേറ്റഡും അതന്നെ കേട്ടോ. നമ്മൾ ആലപ്പുഴ ബൈപ്പാസിലെ ബീച്ച് എലിവേറ്റഡ് ഹൈവേ ആണ്. അത് ഇതിനേക്കാളേറെ വീതിയുണ്ട്, പക്ഷേ അവിടെ അങ്ങനെ നടക്കുള്ളൂ. ആദ്യമുള്ള ബീച്ച് എലിവേറ്റഡ് ആയതുകൊണ്ട് രണ്ടാമതും ബീച്ച് എലിവേറ്റഡ് ആയിട്ട് അങ്ങനെ നിർമ്മിച്ചു. പക്ഷേ ഇവിടെയും ആ ഒരു കടലിനോട് ചേർന്നിട്ടുള്ള ഭാഗത്ത് ഒരു എലിവേറ്റഡ് ഹൈവേ ആണ് വന്നിരുന്നത് എങ്കിൽ ഈ ഭാഗത്ത് ജീവിക്കുന്നെങ്കിൽ ഈ ഒരു ഇതൊക്കെ ഇവിടെ വീടുകളൊക്കെയാണ് പാലായിരുന്നു വന്നിരുന്നെങ്കിൽ അവർക്കും അതിൻ്റെ ഒരു ഗുണം ഉണ്ടായിരുന്നു. അവരെ വാലിയും കാര്യങ്ങളൊക്കെ അവിടെ വെച്ച് സെറ്റാക്കലും മറ്റൊക്കെ ആയിട്ട് ഒരു വിസ്താരം ഉണ്ടായിരുന്നു അവിടെയൊക്കെ. ഏതായാലും കടലിനോട് ചേർന്ന് കിടക്കുന്ന ദേശീയപാത, അതായത് കടലിനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ദേശീയപാത ഇതാ ഇവിടെയാണ് മക്കളെ. ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴ കഴിഞ്ഞതിന് ശേഷമുള്ള പുറക്കാട് ഭാഗത്താണ് കടലും ദേശീയപാതയും ഒരേ ഒരു അളവിൽ ഏകദേശം ഒരു 50 മീറ്റർ പോലും വീതി ഇല്ലാതെ കിടക്കുന്നത് കേട്ടോ. എന്തായാലും നാഷണൽ ഹൈവേ അതോറിറ്റി ചിലവ് കുറക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഈ ഒരു ഡിസൈൻ ഇവിടെ ചെയ്തിട്ടുള്ളത്. പിന്നെ ചിലവ് കുറക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ചെറിയൊരു ഉദാഹരണം പറഞ്ഞുതരാം. നമ്മുടെ മലപ്പുറം ജില്ലയിലെ ഒന്നാമത്തെ റീച്ചിലെ വെട്ടിച്ചിറ ടോൾ പ്ലാസയിൽ സാധാരണ ഇപ്പോൾ നാഷണൽ ഹൈവേ അതോറിറ്റി പറഞ്ഞ പ്രകാരമുള്ള ടോൾ നിരക്ക് എത്രയാണ് ഇറങ്ങൾ? ഒരു സൈഡിലേക്ക് 200 രൂപ. ഇത് LMB കേട്ടോ, കാറിന് മാത്രമാണ് ഒരു സൈഡിലേക്ക് 200 രൂപ. അത് വട്ടപ്പാറ വയഡക്റ്റും നമ്മളെ കോട്ടക്കൽ ബൈപ്പാസിലുള്ള 2 വയഡക്റ്റൊക്കെ അതിൽ പെട്ടു. അപ്പോൾ അതുകൊണ്ട് നിർമ്മാണ ചെലവ് കൂടുതലാണ്. പിന്നെ സ്ഥലം ഏറ്റെടുക്കുന്ന സമയത്ത് നല്ലോണമല്ല എന്നാലും പല സ്ഥലത്തൊക്കെ മാർക്കറ്റ് വിലയേക്കാളും താഴ്ചയിലാണ് സ്ഥലത്തിന് പൈസ കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഈ തെക്ക് ഭാഗത്തേക്കേണ്ടി വരുമ്പോൾ നല്ല പൈസ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഏതായാലും അതൊക്കെ എന്തായാലും പോട്ടെ, അതൊക്കെ കഴിഞ്ഞു പോയി. അപ്പോൾ ആ ഒരു സ്ഥലം ഏറ്റെടുക്കുന്ന സമയത്തുള്ള ആ ഒരു ഭീമമായിട്ടുള്ള തുകയും നിർമ്മാണ ചെലവൊക്കെ കണക്കാക്കിയിട്ടാണ് ടോൾ നിരക്ക് നിശ്ചയിക്കുന്നത്. അപ്പം മലപ്പുറം ജില്ലയിലെ വെട്ടിച്ചിറയിൽ ഒരു വശത്തേക്ക് 200 രൂപയായിരുന്നു നിശ്ചയിച്ചിരുന്നത്. അത് കിലോമീറ്റർ കുറച്ച് കണ്ടാണ് 145 ആക്കിയത്. ഇത് തോട്ടപ്പള്ളി പാലാട്ടോ. ഒരു വശത്തേക്കുള്ള ചാർജ് 200 രൂപയാണ്. ഇനി ആലപ്പുഴ ജില്ലയിലെ അരൂർ തുറവൂർ എലിവേറ്റഡ് ഹൈവേ, അതിൻ്റെ മുകളിലുള്ള ടോൾ പ്ലാസ, അതേപോലെ കണ്ണൂർ ജില്ലയിലെ ടോൾ പ്ലാസ, കണ്ണൂർ കല്യാശ്ശേരി ഭാഗത്തുള്ള ടോൾ പ്ലാസയിലൊക്കെ നല്ല പൈസ ഉണ്ടാകും ഒരു വശത്തേക്ക്. നിർമ്മാണ ചെലവ് ഭാഗികമായിട്ട് മുറിച്ചിട്ടാണ് ഇങ്ങനെ പൈസ കണക്കാക്കുന്നത്. ഈ 50 മുതൽ 60 കിലോമീറ്ററിനിടയിലുള്ള ഒരു ടോൾ പ്ലാസ പാടുള്ളൂ എന്നുള്ളതൊക്കെ ഇവിടെ എത്തുമ്പോൾ ഇല്ല തോന്നുന്നുണ്ട്. കാരണം അരൂർ തുറവൂർ എലിവേറ്റഡ് ഹൈവേ, അതിൻ്റെ മുകളിൽ ഒരു ടോൾ പ്ലാസ ഉണ്ട്. നമ്മളെ കുമ്പളം, എറണാകുളം ജില്ലയിലെ കുമ്പളത്ത് ഒരു ടോൾ പ്ലാസ ഉണ്ട്. ഇനിയിപ്പോൾ അവിടെ അരൂർ മുതൽ ഇടപ്പള്ളി വരെ എലിവേറ്റഡ് ഹൈവേ വരുമ്പോൾ ആ ഒരു ടോൾ പ്ലാസ എടുത്ത് ഒഴിവാക്കുന്നതായിരിക്കും. അപ്പോൾ അവിടെ വേറൊരു ടോൾ പ്ലാസും കൂടി വരും. എന്തായാലും അത് പോട്ടെ സുഹൃത്തുക്കളെ. തോട്ടപ്പള്ളിയിൽ പിയറിൻ്റെ പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഗാഡർ വെക്കുന്ന പണികളാണ് ഇനി ബാക്കിയുള്ളൂ. സാധാ ക്രെയിൻ ഉപയോഗിച്ചിട്ട് ഗാഡർ ലോഞ്ചിങ് നടക്കൂല. ഗാൻഡ്രി ക്രെയിൻ ഉപയോഗിച്ചിട്ടുള്ള ഗാഡർ ലോഞ്ചിങ് ആണ് ഈ ഒരു തോട്ടപ്പള്ളി ഭാഗത്ത്, അഴിമുഖത്തിനോട് ചേർന്നിട്ടുള്ള ഭാഗമാണ് ഇവിടെ നടക്കുള്ളൂ. ഈ ഒരു പാലം കഴിഞ്ഞതിന് ശേഷം കാര്യമായിട്ട് ഒരു പുരോഗതി ഉണ്ടായിട്ടില്ല. കുറച്ച് പുല്ല് വെട്ടിയിട്ടുണ്ട്, കാടൊക്കെ ഒന്നായിട്ട് പോയിട്ട് ഒന്ന് മണ്ണിൻ്റെ ആ ഒരു ഇതൊക്കെ കണ്ടിട്ടുണ്ട്. ഇതാണ് കടലിനോട് ചേർന്നിട്ടുള്ള ഭാഗമാണ്, ഇവിടെ അഴിമുഖമാണ്. അപ്പോൾ ഇവിടെ വെള്ളത്തിൻ്റെ ആ ഒരു ഇത് എന്തായാലും കൂടുതലായിരിക്കും. ഏതായാലും പാലത്തിൻ്റെ പണിയിൽ ഇതെങ്ങനെ പിയർ വെക്കാനുള്ള പണി മാത്രമാണ്. എന്തായാലും ഗാൻഡ്രി ക്രെയിന് ഫിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 2 മാസത്തിലേറെ സമയമെടുക്കും. ഇവിടെ ഈ പോക്ക് കണ്ടിട്ട് അതാ തോന്നുന്നുണ്ട്, ചിലപ്പോൾ 3 മാസം ആകാൻ ചാൻസ് ഉണ്ട്. എന്തായാലും ഈ ഭാഗത്തെ ദേശീയപാതയുടെ പണി തീരാൻ ഇനിയും 2 വർഷത്തിലേറെ സമയമെടുക്കും. ഹൗസ് ബോട്ട് നോക്കിയാണ്, ചെറിയൊരു വലിയ തോടാട്ടോ, ചെറിയ തോടല്ല വലിയോട്, തോട്ടിൽ കൂടെയൊക്കെയാണ് ഹൗസ് ബോട്ട് പോണത്. പിന്നെ ആ ഒരു തോട്ടപ്പള്ളിയാണ്ട് കഴിഞ്ഞതിന് ശേഷവും കാര്യമായിട്ട് ഒരു സ്ഥലത്തും പണി നടന്നിട്ടില്ല കേട്ടോ. അവിടെ ഇവിടെയൊക്കെ കുറച്ച് വാളിൻ്റെ പണികളും അതേപോലെ ഡ്രെയിനേജിൻ്റെ പണികളും നടന്നിട്ടുണ്ടെന്നല്ലാതെ കാര്യമായിട്ടൊരു പുരോഗതി ഇല്ല. എപ്പോഴും ആ ഒരു 2 വരി പാത, അതായത് ആദ്യമുള്ള 2 വരി പാതയിലൂടെയാണ് ഈ ഭാഗത്ത് ദേശീയപാത 66 വാഹനങ്ങൾ തൃശ്ശൂർ ഭാഗത്തേക്കും തിരുവനന്തപുരം ഭാഗത്തേക്കൊക്കെ പോകുന്നത്. അതായത് കാര്യമായിട്ടൊരു പണി നടന്നിട്ടില്ല. നല്ല സുഖാട്ടോ. അതായത് കായംകുളമൊക്കെ കഴിഞ്ഞു ഈ ഒരു ചേർത്തലെത്തണ വരെ നമുക്ക് സുഖമായിട്ട് പോകാൻ പറ്റിയതിന് ആദ്യത്തെ 2 വരി പാതയിൽ.
അപ്പോൾ അവിടെ ഇവിടെയൊക്കെ പണിയെടുക്കുന്നതുകൊണ്ട് നമുക്ക് ഇത്ര സുഖത്തിൽ പോകാൻ പറ്റില്ല. നല്ല സൂപ്പർ റോഡായിരുന്നു, നല്ല സ്മൂത്ത് റോഡായിരുന്നു, നേരെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡായിരുന്നു. രാത്രിയൊക്കെ നല്ല അടിച്ച് മിന്നി പോകാൻ പറ്റിയ റോഡായിട്ടത്. നിങ്ങളൊക്കെ ഇടയ്ക്ക് കാണുന്നുണ്ടാകും ചില ഓൺലൈൻ മീഡിയാസും അതേപോലെ കേരളത്തിലെ വലിയ പ്രമുഖ ചാനലുകളൊക്കെ കേരളത്തിൽ 400 ചില്ലാനം കിലോമീറ്റർ ദേശീയപാതയുടെ പണികൾ പൂർത്തിയായി. അത് കാണുമ്പോൾ എൻ്റെ മനസ്സിൽ ചെറുതായിട്ടൊരു ചിരി പൊട്ടും. കാരണം ഏത് 400 ചില്ലാനം കിലോമീറ്ററിലാണ് പണികൾ പൂർത്തിയാക്കണമെന്ന് അടച്ചോൻക്കറിയാം. കാസർഗോഡ് 39 കിലോമീറ്റർ, കോഴിക്കോട് ജില്ലയിൽ 28 കിലോമീറ്ററിൽ, മലപ്പുറം ജില്ലയിൽ ഇപ്പോൾ കൂരിയാടും മറ്റേത് ഒഴിച്ചാൽ ഏകദേശം ഒരു 70-80 കിലോമീറ്റർ. ഓക്കെ, ഈ 400 എന്നാലും മനസ്സിലാണ്. ഇതൊക്കെയാണ് ക്രീം കേക്ക് പോലെ, അടിയിൽ നല്ല ക്രീമുള്ള കേക്ക് പോലെ മണലാണത്. മണൽ കലർന്ന മണ്ണ്, അതിൻ്റെ മേലെ കറുത്ത മണ്ണ്, പിന്നെ മേലെ ചേടി മണ്ണുകൾ. നമ്മുടെ നാട്ടിൽ ചൗടി മണ്ണ് എന്ന് പറയും. ഇവിടെ ഈ ഏരിയയിൽ നിങ്ങൾക്ക് സാധാരണ ചൗടി മണ്ണ് കാണുന്നില്ല. കണ്ണൂർ ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും, കണ്ണൂർ ജില്ലയിൽ തളിപ്പറമ്പ് ആ ഭാഗത്തൊക്കെ ചൗടി മണ്ണിൻ്റെ പൂരാണ് സുഹൃത്തുക്കൾ. അങ്ങനെ നമ്മൾ ഹരിപ്പാട് ഭാഗം എത്തിയിട്ടുണ്ട്. ഹരിപ്പാടിക്ക് എത്തുന്നത് വരെ കാര്യമായിട്ട് ഒരു പുരോഗതി ഇല്ല. അതാണ് ഞാൻ പിന്നെ ഡ്രോൺ എടുക്കാതെ ആ ഒരു ഗ്രൗണ്ട് വിഷ്വൽ കാണിച്ചത്. നിലവിലുള്ള ഹൈവേയിലൂടെ തന്നെയാണ് വാഹനങ്ങൾ. ആ കരുവാറ്റ ഭാഗത്ത് കുറച്ച് മാറ്റം ഉണ്ടായിട്ടുണ്ട്. കരുവാറ്റയിൽ ദേശീയപാതയുടെ ഈ 6 വരി ആക്കുന്ന പണികൾ കഴിഞ്ഞിട്ടുണ്ട്. സർവീസ് റോഡിലൂടെയാണ് അപ്പുറത്തേക്ക് വാഹനങ്ങൾ പോകണം കേട്ടോ. അതായത് ഹൈവേയുടെ ആ ഒരു കോലമാക്കി എടുത്തിട്ടുണ്ട്. ചിലപ്പം ഒരു 500 മീറ്ററിൽ ഹൈവേയുടെ കോലമാക്കി എടുത്തിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഒരു 600 മീറ്ററിൽ കോലമാക്കി എടുത്തിട്ടുണ്ടാകും. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ വീണ്ടും ഒരു അണ്ടർപാസോ എന്തെങ്കിലുമൊക്കെ കാണും. അപ്പോൾ അവിടെ കാട് മൂടി കിടക്കുന്നുണ്ടാകും. അവിടെയൊക്കെ ഈ സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങൾ പോകുന്നത്. സർവീസ് റോഡിൻ്റെ പണി നടക്കാത്ത സ്ഥലത്ത് ആ 2 സൈഡിലും കോൺക്രീറ്റ് വാൾ ചിലപ്പം കഴിഞ്ഞിട്ടുണ്ടാകും. ഇടയ്ക്ക് ഇങ്ങനെ ഡ്രെയിനേജിൻ്റെ പണി നടക്കുന്നുണ്ടാവും. അവിടെ ആദ്യമുള്ള 2 വരി പാതയിൽ ഇപ്പോൾ ഇവിടെ കണ്ട് ഞങ്ങൾ നിലവിലുള്ള 2 വരി പാതയിലൂടെയാണ് വാഹനങ്ങൾ പോകുന്നത്. ഹരിപ്പാടെത്തി നമ്മൾ. ഇവിടെയൊക്കെ കണ്ട ആ പോസ്റ്റ് മാറ്റിക്കുന്ന പണികൾ ബാക്കിയുണ്ട്. സർവീസ് റോഡ് ഒരു സൈഡിൽ ഇങ്ങനെ, അതായത് എനിക്ക് തോന്നണില്ല ഇത് 2 വർഷം കൊണ്ടും തീരുന്നുള്ളത്. എത്ര കാലം ഈ പ്രദേശത്തെ ആളുകൾ നിങ്ങൾക്കുണ്ടായ അസൗകര്യത്തിൽ ഞങ്ങൾ ഖേദിക്കുന്നു എന്നുള്ള ബോർഡ് വായിച്ച് നിങ്ങളെ കണ്ടൊക്കെ മഞ്ഞളിച്ച് പോയി. നിങ്ങളിപ്പോൾ കല്യാണം കഴിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ കല്യാണം കഴിച്ചു, നിങ്ങളെ കുട്ടിക്ക് ഒരു 5 വയസ്സാകുമ്പോഴൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഈ പ്രദേശത്തെ പണികളൊക്കെ കഴിഞ്ഞ് റോഡ് മാർഗവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇതിലൂടെ ഇങ്ങനെ സുഖമായിട്ട് ടോളും കൊടുത്ത് പോകാൻ പറ്റുക എന്നാണ് എൻ്റെ ഒരു മനസ്സിലുള്ള ഇത് കാണുമ്പോഴുള്ളൊരു തോന്നൽ. കാരണം 1.5 വർഷം മുമ്പാണ് ഞാൻ ഈ പ്രദേശത്തെ വീഡിയോ ചെയ്തത്. അതിൽ നിന്ന് കാര്യമായിട്ട് എന്തെങ്കിലും പണി ഇവിടെ നടന്നിക്കണമെന്ന് വെച്ചാൽ എൻ്റെ കണ്ണിന്, അതായത് എൻ്റെ കണ്ണ് കാണില്ല എനിക്ക് കാണാൻ പറ്റുന്നില്ല. ചിലപ്പോൾ നിങ്ങൾ ഇതിലൂടെ ഡെയിലി പോകുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ അവിടെയും ഇവിടെ കല്ല് എടുത്ത് വെച്ചത് മറ്റേ അങ്ങനത്തെ ചെറിയ പണികളൊക്കെ നടന്നതായിട്ട് നിങ്ങൾക്ക് തോന്നും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നല്ല അടിപൊളി മലബാർ ബിരിയാണി കഴിച്ച് കഴിഞ്ഞിട്ട് തെക്ക് ഭാഗത്തേക്ക് വരുമ്പോൾ പനീർ റോസ് വാട്ടറൊക്കെ വെച്ച് ബിരിയാണി തിന്നുമ്പോൾ നമുക്കത് ഇഷ്ടപ്പെടില്ല. അതേപോലെ ബിരിയാണി കുറ്റം പറയില്ല കേട്ടോ, ബിരിയാണി പല ആൾക്കാർക്കും പല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മളെ ഏരിയയിലുള്ള ആൾക്കാർക്ക് പൊതുവെ എരിവുള്ള ബിരിയാണിയാണ് ഇഷ്ടം. അപ്പോൾ ആ ഒരു ബിരിയാണി തിന്നുകൊണ്ട് ഈ മധുരമുള്ള ബിരിയാണി തിന്നുമ്പോൾ നമുക്ക് പിടിക്കൂല. അതേപോലെ നമ്മളവിടെ അടിച്ച് മിന്നി ആൾക്കാർ ഹൈവേയിലൂടെ പോവുകയാണ്. ആ റോഡ് കണ്ട് വന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ചിലപ്പോൾ തീരെ പണി നടക്കാതായിട്ട് തോന്നുന്നതാണോ എന്താണെന്ന് അറിയില്ല. എന്തായാലും സുഹൃത്തുക്കളെ, കുറച്ച് കാലം കൂടി നിങ്ങൾ ഈ ഒരു പ്രദേശത്ത് ബുദ്ധിമുട്ട് സഹിക്കേണ്ടി വരും. പിന്നെ ഒരു മെച്ചമുണ്ട് നിങ്ങൾക്ക്, വടകര അതേപോലെ അരൂർ തുറവൂർ ഭാഗത്തുള്ളത് പോലെ ഗതാഗത ബുദ്ധിമുട്ടോ പൊടിശല്യോ കാര്യങ്ങളോ ഒന്നുമില്ല. അരൂർ തുറവൂറിൽ ഒരുപാട് ബുദ്ധിമുട്ടുമുണ്ട്, നല്ല പൊടിശല്യമുണ്ട്. പക്ഷെ അവിടെ പണികൾ നല്ല വേഗത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വടകരയിൽ പണി തീരെ സ്പീഡല്ല നടക്കുന്നത്. പക്ഷേ ഈ ദേശീയപാത 66 ഏറ്റവും കൂടുതൽ പൊടിശല്യവും മറ്റും ബുദ്ധിമുട്ടുള്ളത് വടകര റീച്ചിലാണ്. എന്തായാലും സുഹൃത്തുക്കളെ, ഇതൊക്കെയാണ് ഈ ഭാഗത്തെ ഏറ്റവും പുതിയ വിശേഷങ്ങൾ എന്ന് പറയാനില്ല. ഈ ഭാഗത്തെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പണികൾ, ഈ കടലിനോട് ചേർന്നിട്ടുള്ള ഭാഗത്ത് ഡിസൈൻ ഞാൻ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറഞ്ഞതാണ്. ചിലപ്പോൾ നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് ഈ ഒരു ഡിസൈൻ ആയിരിക്കും ഇവിടെ ചേർന്ന് പോകുക. കാരണം ബീച്ച് എലിവേറ്റഡ് ഹൈവേ സംഭവങ്ങളൊക്കെ വരുമ്പോൾ ഒരുപാട് പൈസയും ചിലവാണ്. പിന്നെ അത്ര വലിയ ടൗണോ കാര്യങ്ങളോ ഒന്നും അല്ലല്ലോ. എന്തായാലും പണികൾ ഇതാ ഈ ഒരു കോലത്തിലൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിർത്തുകയാണ്. ഇഷ്ടപ്പെട്ടിക്കാന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് പോയിക്കോളൂ. ഓക്കെ, മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.